ഹായ് വ്യൂവേഴ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയാണ് ഇന്ന്. ഇതിനായി മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് ഓയിൽ, അരക്കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് 2 മിനിറ്റ് അടിച്ചെടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം മുകളിൽ അരിപ്പ വെച്ച് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് ഇവ അരിച്ചു ചേർക്കാം. ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് എണ്ണ തടവി ബാറ്റർ അതിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന വിധം ഇതിന് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒഴിവാക്കാൻ സ്റ്റിക്ക് കൊണ്ട് ഒന്നിളക്കി 2-3 തവണ നന്നായി ടാപ്പ് ചെയ്ത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഒരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ കൊണ്ട് കുത്തി നോക്കി നന്നായി ബേക്കായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിനായി 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 1 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് പാൽ എന്നിവ ലോ ഫ്ലെയിമിൽ ഇളക്കി കുറുകി വരുമ്പോൾ ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് ഗനാഷ് ആഡ് ചെയ്താൽ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ.